വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്ന കുറച്ച് വെറൈറ്റി ആയിട്ടൊരു ഡിഷാണ്. ഞങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ആയി. ഞങ്ങൾക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്തവർക്ക് ഒരുപാട് താങ്ക്സ് അറിയിക്കുന്നു. ഐ ആം സോ ഹാപ്പി. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ നല്ലൊരു ഡിഷാണ് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു സോയ വെച്ചിട്ട് ചീസ് ബോളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാനിവിടെ ഓൾറെഡി ഇത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഒരെണ്ണം പൊട്ടിച്ച് കാണിക്കാം. അപ്പോൾ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഈ ഡിഷ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ പഴയതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണുക. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം പ്രോത്സാഹനം ഞങ്ങൾക്ക് തരിക. അപ്പോൾ നമുക്ക് ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന 200 ഗ്രാം സോയയ. ഇത് ആദ്യം 5 മിനിറ്റ് നേരം ചൂടുവെള്ളത്തിൽ തിളപ്പിച്ചാണ് എടുക്കുന്നത്. അതിനുശേഷം ഒട്ടും വെള്ളമില്ലാതെ നല്ല പിഴിഞ്ഞെടുക്കണം. ഓവർ കുക്കായി പോകാതെ നോക്കുകയും ചെയ്യണം. പച്ചവെള്ളത്തിൽ സോയ കഴുകിയെടുത്തെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അതൊന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് ചൂടുവെള്ളത്തിൽ നമ്മൾ 5 മിനിറ്റ് നേരം ബോയിൽ ചെയ്തെടുക്കുന്നത്. ഇത് നല്ല പിഴിഞ്ഞെടുത്താൽ മാത്രമേ ഫ്രഷായിട്ട് പൊടിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഓവർ കുക്കായി പോകാതെയും നോക്കണം കേട്ടോ. ഇത് ആവശ്യത്തിനുള്ള വേവേ ആകാവുള്ളൂ, എന്നാലേ പൊടിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. വെള്ളം തിളയ്ക്കാൻ വെച്ചിരുന്നു. അതിലേക്ക് ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇത്രയും വെള്ളം വെച്ചാൽ മതി, ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് നമ്മൾ ബോയിലാക്കി എടുക്കുന്നതല്ലേ ഉള്ളൂ. ഇനി നമുക്ക് ഈ തിളച്ച വെള്ളത്തിലേക്ക് സോയ ഇടാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. സോയ കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡ്രെയിൻ ചെയ്തെടുത്ത് ഒട്ടും വെള്ളമില്ലാതെ ഒരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കാം. 5 മിനിറ്റ് വേവിച്ചാൽ മതി. കാരണം അതിൽ കൂടുതൽ വെന്ത് കഴിഞ്ഞാൽ ഈ സോയ പൊടിച്ചെടുക്കാൻ പറ്റുകയില്ല. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് 5 മിനിറ്റ് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. സോയയുടെ വെള്ളമെല്ലാം കളഞ്ഞ് നല്ല ഡ്രൈ ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇതേ കൺസിസ്റ്റൻസി വേണം എടുക്കാൻ. ഇനി നമുക്ക് ഇതൊട്ടും കട്ട പിടിക്കാത്ത രീതിയിൽ പൊടിക്കുന്ന ഒരു ജാറിലിട്ട് നല്ല ക്രഷ് പോലെ പൊടിച്ചെടുക്കണം. കാരണം ഇത് മാവ് പോലെ തന്നെ നമുക്ക് ഉരുട്ടിയെടുക്കാനുള്ളതാണ്. സോയ നല്ല ക്രഷായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഉരുട്ടിയെടുക്കാൻ പാകത്തിലാണ് ഞാനിത് പൊടിച്ചെടുത്തിരിക്കുന്നത്. ഏകദേശം നമ്മുടെ ആവശ്യത്തിന് ഒരു 10 ബോളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അത്രയും സോയ ഉണ്ട്, 200 ഗ്രാം. ഇനി ഇതിന് വേണ്ടിയിട്ട് കുറേ ഇൻഗ്രീഡിയൻസ് ചേർക്കാറുണ്ട്. ഇച്ചിരി അധികം ചേരുവകൾ ഇതിനുണ്ട്. അതെല്ലാം നമുക്ക് ചേർത്ത് ഇത് കുഴച്ചെടുക്കണം. 50 ഗ്രാം മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. 5 പച്ചമുളകും വട്ടത്തി അരിഞ്ഞുണ്ട്, ഇതും ചേർക്കാം. ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചതും 6 അല്ലി വെളുത്തുള്ളി ചതച്ചതും ഒരു സവോളയുടെ പകുതി കുത്തി അരിഞ്ഞുക. ഇത് മൊത്തം തന്നെ ഇതിൽ ചേർക്കാം. 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ ഗരം മസാല പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, വലിയ 3 സ്പൂൺ കോൺഫ്ലോർ, അത് നമുക്കിതിലേക്ക് ചേർക്കാം. കടലമാവ് എടുത്തിരിക്കുന്ന ഇത് 3 വലിയ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഉപ്പ് ഞാൻ ഓൾറെഡി ചേർത്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ മാത്രം നമുക്ക് ചേർത്ത് കൊടുക്കാവേ. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നല്ലോണം കുഴച്ചെടുക്കാം. വെള്ളം വേണമെങ്കിൽ മാത്രം ഇതിൻ്റെ കൂടെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ആദ്യം വെള്ളം ആവശ്യത്തിനുണ്ടെങ്കിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ലേ. എല്ലാ ചേരുവകളും ചേർത്ത് സോയ നല്ല കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ നമ്മൾ ബോളാക്കി എടുക്കുന്ന പാകമാകണം. അതുവരെ നല്ല കുഴച്ചെടുക്കണം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാൻ ചീസ് ഉണ്ട്. അത് വെച്ചിട്ട് വേണം ഇത് ബോളാക്കി എടുക്കാൻ. ഞാൻ കാണിച്ചു തരാം.
ഓരോന്നും നമുക്കിനി ബോളാക്കി എടുക്കണം. കുറച്ച് ഏറെ മാവ് എടുക്കണം, ഏകദേശം ഇത്രയുവേ. ഇനി ഇത് കൈ വെച്ച് പരത്തിയിട്ട് ഇതിനകത്ത് നമുക്ക് മൊസറല്ലയുടെ ചീസ് വെച്ച് കൊടുക്കണം. ക്യൂബ് ആണെങ്കിലും മതി. ഈ ചീസ് ഇതിനകത്തേക്ക് വെക്കണം. എന്നിട്ട് വീണ്ടും ഇത് ബോളാക്കണം. മാവെല്ലാം ഞാൻ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് നമുക്ക് കോൺഫ്ലോറിൽ മുക്കിയതിന് ശേഷം 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോഴത്തേക്കും സെറ്റായി കിട്ടും. എല്ലാം ഇത് കണ്ട് നല്ല ബോൾ പരുവത്തിൽ ആക്കി എടുത്തിട്ടുണ്ട്. വലിയ 2 സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കലക്കിയെടുക്കാം. കട്ടിക്ക് വേണം കോൺഫ്ലോർ കലക്കിയെടുക്കാൻ, നല്ല തിക്കായിട്ടിരിക്കണേ. ഇനി കുറച്ചുകൂടി കോൺഫ്ലോർ ചേർക്കണം, ഇത്തിരി വെള്ളം കൂടുതലാണ്. ഇപ്പൊ കോൺഫ്ലോറിന്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആയിട്ടുണ്ട്. ഇത്രയും തിക്കി വേണം ഇത് കലക്കിയെടുക്കാനേ. ഇനി നമുക്ക് ഓരോ ബോളും ഇത് മുക്കിയതിന് ശേഷം 15 മിനിറ്റ് ഫ്രിഡ്ജിലേക്ക് സെറ്റ് ആവാൻ വെക്കാവേ. ഈ എടുത്തു വച്ചിരിക്കുന്ന ഓരോ ബോളും കോൺഫ്ലോറിലേക്ക് ഇടണം. എന്നിട്ട് എല്ലാ സൈഡും ഒന്ന് മുക്കിയെടുക്കണം. അപ്പോൾ അതൊരു കോട്ടിങ് പശ പോലെയാവും. അപ്പോൾ ഒട്ടും പൊടിഞ്ഞു പോകുകയല്ലേ. ഇനി നമുക്കിത് ഡ്രെയിൻ ചെയ്തതിന് ശേഷം ഇങ്ങനെ ഓരോന്നായിട്ട് എടുക്കാം. എല്ലാ ബോൾസും കോൺഫ്ലോറിൽ മുക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 15 മിനിറ്റ് നേരം ഫ്രീസറിലേക്ക് വയ്ക്കാം. അപ്പോഴത്തേക്ക് ഇത് സെറ്റ് ആയിക്കിട്ട് ഈ കോട്ടിംഗ് ഒക്കെ നല്ല കട്ടിയാവും. പിന്നെ ഇത് ഒട്ടും പൊടിഞ്ഞു പോകുകയല്ലേ. 15 മിനിറ്റിന് ശേഷം തിരിച്ചു വരാം. 15 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ബോൾസ് പുറത്തെടുത്തിട്ടുണ്ട്. എല്ലാം നല്ല ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഡീപ് ഫ്രൈ ആക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഓൾറെഡി ഞാൻ എണ്ണ വെച്ച് ചൂടായിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് ഓരോന്നായിട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കാം. ഒരു സൈഡ് ഞാൻ തിരിച്ചിട്ടിട്ടുണ്ട്. അപ്പം ഏകദേശം ഒരു സൈഡ് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല ഫ്രൈ ആക്കി എടുക്കണം. എന്നാൽ മാത്രമേ ഇതിനകത്ത് ചീസൊക്കെ മെൽറ്റായി കിട്ടത്തുള്ളൂ. അപ്പോൾ എല്ലാ ബോൾസും നമുക്ക് ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയെടുക്കാവേ. സോയ ചീസി ബോളിൻ്റെ എല്ലാ ഭാഗവും ഇപ്പം മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഒരു ഭാഗം മൂത്ത ഉടനെ തിരിച്ചു കൊടുക്കണം, അല്ല കരിഞ്ഞു പോകും. അത് തന്നെയല്ല നല്ല ഗോൾഡൻ ബ്രൗൺ ആയി കിട്ടുകയും വേണം. കോൺഫ്ലവറിൻ്റെ ഒക്കെ ഒരു കോട്ടിംഗ് ഉള്ളതുകൊണ്ട് ഒട്ടും പൊടിഞ്ഞു പോകത്തില്ല. കട്ട്ലേറ്റ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്തുള്ള ബ്രൗൺ കളറില്ലേ, അതേ കളർ നമുക്കിതിന് കിട്ടും. കാണുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയായത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അധികം ആൾക്കാരൊന്നും ഇത് ഉണ്ടാക്കിയിട്ടില്ല. ഇഷ്ടപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി ബാക്കി ഇരിക്കുന്ന സോയാ ബോളും നമുക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാവേ. 200 ഗ്രാം സോയ കൊണ്ട് ഞാൻ 12 ബോൾസ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. എല്ലാ ബോൾസും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ എല്ലാവരും ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇതെല്ലാം നമുക്ക് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. സോയ വെച്ചിട്ടുള്ള അടിപൊളി റെസിപ്പിയായത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എയിംസ് കിച്ചൻ്റെ വേറൊരു വീഡിയോ വേറെ റെസിപ്പിയായി വരുന്നവരെ ഓക്കെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.